സ്വഭാവ സംസ്കരണം എന്ന വിഷയത്തെ ആസ്വദിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി അബ്ദുൽ മജീദ് സുഹരിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്നാണ്. ആർക്കെങ്കിലുമൊക്കെ ക്ഷീണം ഉറക്കമുണ്ടെങ്കിലൊക്കെ ഒന്ന് ഉഷാറാക്കാമല്ലോ. ഏതായാലും നോമ്പൊക്കെ അല്ലേ. മാഷാ അല്ലാഹ്. എല്ലാവരും തൊട്ടടുത്തുള്ള ആൾക്കൊന്ന് കൈ കൊടുത്താണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടൊന്ന് കൈ കൊടുത്താണ്. പരിചയമുണ്ടോ അവരൊക്കെ? ഓക്കെ. സലാം പറഞ്ഞില്ലേ? കൈ കൊടുത്തോ? ഓക്കെ. അന്നെ പിന്നെ കണ്ടോളാന്നൊന്നും പിന്നെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, പരിശുദ്ധവും പരിഭാവനവുമായ റമളാനിൻ്റെ ദിനരാവുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഏറ്റവും കൂടുതൽ മഹത്തരമാക്കുന്ന ഒരു മഹത്തായ ദിനമാണ് ഇതാ നമ്മോട് വിട പറയാൻ പോവുകയാണ്. രാവിലെ 10 മണി മുതൽ തുടങ്ങിയ വിജ്ഞാന സദസ്സ്, ഇനിയുള്ളത് ഒരു പ്രഭാഷണവും അത് കഴിഞ്ഞുള്ള ഇഫ്താർ വിരുന്നുമാണ്. അതിനു മുമ്പ് നമ്മൾ നേടിയെടുത്ത വിജ്ഞാനം അതെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്നാദ്യമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഇൽമ് അത് നാഫിയായ ഇൽമാണ്. അത് നമുക്ക് ഉപകാരപ്പെടണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. റബ്ബേ, കുറേ ഇൽമുകൾ കേൾക്കുന്നുണ്ട്, കുറേ വിജ്ഞാനങ്ങളുണ്ട്, പക്ഷെ ഉപകാരപ്പെടുന്നില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത വിജ്ഞാനത്തെ തൊട്ട് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, റബ്ബിനെ കുറിച്ച് കേട്ടിട്ടും മനസ്സുകൾക്ക് ഒരു ഖുശൂഉം ലഭിക്കുന്നില്ല എങ്കിൽ അതിനെ തൊട്ട് റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്രയോ ലഭിച്ചിട്ടും ആർത്തിയടയാത്ത മനസ്സാണ് എങ്കിൽ അതിനെ തൊട്ടും കാവലിനെ തേടണമെന്ന് റസൂലുള്ളാഹ്. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, അതിനേക്കാളപ്പുറം നാഥന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കൈകൾ അത് സിഫറായി പൂജ്യമായി തട്ടിക്കളയുന്ന ദയനീയമായ രംഗം. നാഥാ, നിന്നോട് ഞാൻ കാവലിനെ തേടുന്നെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, രാവിലെ മുതൽ നമ്മൾ കേട്ടെടുത്ത ഇൽമുകൾ, ആ ഇൽമിൻ്റെ മഹത്വവും അതിൽ നിന്ന് പഠിച്ചെടുത്ത അമലുകളും ഇബാദത്തുകളുമെല്ലാം നമുക്ക് ഉപകരിക്കേണ്ടുന്ന ഒരു രംഗം വരാനിരിക്കുന്നതേയുള്ളൂ. ആ രംഗത്ത് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണം. നാം രക്ഷപ്പെട്ട ഫിർഖത്തുൻ നാജിയയിൽ പെട്ടുപോകണം. അല്ലാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തിയവരാകണം. അവൻ സ്വീകരിക്കുന്ന ഇബാദുർ റഹ്മാനിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അതിനേക്കാളപ്പുറം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായ സ്വർഗമെന്ന ആ മഹാ കേന്ദ്രത്തിലേക്ക്, ആ അനുഗ്രഹത്തിൻ്റെ കേദാരത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. അതിനെന്തുകൂടി വേണം? അതാണ് ഞാൻ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം. അതാണ് സ്വഭാവത്തിൻ്റെ സംസ്കരണം. നമ്മുടെ സമ്പത്തിൻ്റെ സംസ്കരണത്തെക്കുറിച്ച് നിങ്ങളിവിടെ കേട്ടു. നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കരണത്തെക്കുറിച്ച് നമ്മളിവിടെ പഠിച്ചു. അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് രക്ഷപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ജനങ്ങൾ ഇന്ന് ഒരു ഗൗരവവും കാണിക്കാത്ത സ്വഭാവത്തിൻ്റെ സംസ്കരണം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നാളെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമല് അത് ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ്, സ്വഭാവ സംസ്കരണമാണെന്ന് റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി മുദ്അ, നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, അത് നന്നായാൽ നീ മൊത്തം നന്നായി, മനുഷ്യൻ മൊത്തം നന്നായി.
വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടുവന്നാൽ മനുഷ്യൻ മൊത്തം കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അത് ഹൃദയമാണ്. അവിടെയാണ് സംസ്കരിക്കപ്പെടേണ്ടത്. അത് മലിനമാകുന്നതിൽ നിന്നാണ് നന്നാക്കേണ്ടത്. അതിനെയാണ് സമുദ്ധരിക്കേണ്ടത്. അലാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഒന്നും രൂപങ്ങളിലേക്കല്ല, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ഭാവങ്ങളിലേക്കോ നിങ്ങളുടെ പ്രകടനങ്ങളിലേക്കോ ഒന്നുമല്ല അല്ലാഹുവിന്റെ തിരുനോട്ടം. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഖൽബിലേക്കാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, ഇവിടെയാണ് തഖ്വ, ഇവിടെ നിന്നാണ് തഖ്വ, ഇവിടെയാണ് തഖ്വയുടെ ഉത്ഭവം. അവിടം നന്നാവണം. അവിടം നന്നായാൽ നീ മൊത്തം നന്നായി. അവിടം കേടുവന്നാൽ നീ എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തിയാലും, നീ ഏതൊക്കെ രീതിയിലുള്ള രൂപഭാവങ്ങൾ സ്വീകരിച്ചാലും അള്ളാഹുവിൻ്റെ നോട്ടം അതിലേക്കൊന്നുമല്ല, കാര്യമൊന്നുമില്ല. അത് രക്ഷപ്പെടണം. അവിടെ നിന്നാണ് സ്വഭാവത്തിൻ്റെ ഉത്ഭവമുള്ളത്. അതുകൊണ്ടാണ് തഖ്വയുടെ ഉത്ഭവം അവിടെയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നോട്ടവും ശ്രദ്ധയുമൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിശ്ചയം അല്ലാഹു തആല നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിവിധ വർഗങ്ങളുമൊക്കെയായി പടച്ചത് നിങ്ങളെ പരസ്പരം അറിയാൻ വേണ്ടി മാത്രമാണ്. ജാതീയതയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലുമൊക്കെ വലിയ ചർച്ച നടക്കുകയാണ്. നമ്മുടെ ഒരു സാംസ്കാരിക കേരളത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സാക്ഷര കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വർത്തമാനം ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്നുണ്ടായതിൻ്റെ ചർച്ചയാണ് നടക്കുന്നത്. ശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിവിധ ഭാഷകളും വിവിധ വർഗങ്ങളും വിവിധ സംസ്കാരങ്ങളുമാക്കി പടച്ചത് നിങ്ങൾക്കതിൽ നിന്ന് ഒരു വേർതിരിവുമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, സൂക്ഷ്മതയോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കുന്നവനാരോ അവനു മാത്രമാണ് നാളെ റബ്ബിന്റെ മുന്നിൽ ഉന്നതമായ സ്ഥാനമുള്ളത്. ലാ ഫർഖ ബൈന അറബിയ്യിൻ വലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു വ്യത്യാസവുമില്ല. ഇല്ലാ ബിത്തഖ്വല്ലാഹ്, തഖ്വ ഒന്നുകൊണ്ട് മാത്രമാണ്. അല ഇന്ന റബ്ബക്കും വാഹിദ്, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസത്തിലും ഖുത്ബത്തുൽ വിദാഇന്റെ ദിവസത്തിലൊക്കെ റസൂലുള്ളാഹി പറഞ്ഞത്. അല ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒരുത്തനാണ്. വ അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവും ഒരേ ഒരാളാണ്. ലാ ഫളല ലി അറബിയ്യിൻ അല അജമിയ്യിൻ വലാ ലി അജമിയ്യിൻ അല അറബിയ്യിൻ വലാ അഹ്മറ അല അസ്വദ് വലാ അസ്വദ അല അഹ്മർ. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു സ്ഥാനവുമില്ല പരിശുദ്ധമായ ഇസ്ലാമിൽ. അതെന്തുകൊണ്ട് മാത്രം? തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രം. ആ തഖ്വയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, അത്തഖ്വ ഹുനാ, തഖ്വ ഇവിടെയാണ്. സഹോദരങ്ങളെ, നമ്മൾ കേട്ടല്ലോ, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ആ അമലുകൾ പോലും സ്വീകരിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നിനെക്കുറിച്ച് നമ്മളൊക്കെ വളരെ ജാഗരൂകരാണ്. അതൊന്ന് ശിർക്കാണ്. മുശ്രിക്കിന്റെ അമൽ അല്ലാഹ് സ്വീകരിക്കൂല. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ലോകോത്ഭവം മുതൽ, ലോകത്തിന്റെ ഉത്ഭവം മുതൽ അവസാനത്തെ പ്രവാചകനാകുന്ന മുഹമ്മദ് നബിയോട് വരെ കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളോടും ഉമ്മത്തിനോടും അല്ലാഹു തആല ഉണർത്തിയ ഒരു ഉണർത്തലാണ്, ശിർക്കെങ്ങാനും സംഭവിച്ചാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, ആരാധനയുടെ പരിധിയിൽ വരുന്ന എന്തുണ്ടോ അത് അല്ലാഹുവല്ലാത്തവർക്ക് സമർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം നിന്നിൽ വന്നു പോയാൽ ലയഹ്ബതന്ന അമലുക്,
നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. നീ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും വലതകൂനന്ന മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് പരിചയപ്പെടുത്താത്ത, ബോധനം നൽകാത്ത, വഹ്യ് നൽകാത്ത ഒരൊറ്റ ഉമ്മത്തും ഒരൊറ്റ പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല നബിയെ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യമാണ്. അതുകൊണ്ടാണ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ തൗഹീദിന്റെ സംസ്കാരം നെഞ്ചിലേറ്റിയവരാണ് നമ്മൾ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം നെഞ്ചേറ്റിയവരാണ് നമ്മൾ. പക്ഷേ ഇനി നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടുകൂടാ. തൗഹീദുള്ള നമ്മുടെ അമലുകൾ ഇനി നഷ്ടപ്പെട്ടുകൂടാ. ആ വാശിയും നിർബന്ധവും നമ്മുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് റസൂൽ നമ്മളോട് പരിചയപ്പെടുത്തി, മുശ്രിക്കിന്റെ അമലുകൾ മാത്രമല്ല സ്വീകരിക്കപ്പെടാതെ പോവുക, മുഷാഹിനിന്റെ അമലും സ്വീകരിക്കപ്പെടാതെ പോകുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരാണ് മുഷാഹിൻ, ആരാണ് ഷഹന ഉള്ളവൻ? റസൂലുള്ള പരിചയപ്പെടുത്തിയത്, നിനക്കും നിന്റെ സഹോദരനും ഇടയിൽ കുടിപ്പകയുണ്ടെങ്കിൽ, പോരുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ അത് നീ തീർത്തോളണം. നിന്റെ അമലുകൾ പോലും നാളെ പരലോകത്തേക്ക് ഉയർത്തപ്പെടുന്നതിൽ നിന്ന് പോലും തടസ്സം നിൽക്കും. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അല്ലാഹു തആല പുറത്തു കൊടുക്കൂല എന്നാണ്. സ്വർഗത്തിൻ്റെ ഇടയിൽ തടസ്സമുണ്ടാകുമെന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. എന്താണ് ഇത്രയും ഗൗരവമുള്ളത്? അത് പകയാണ്, ദേഷ്യമാണ്, അസൂയയാണ്, പോരാണ്. ഷഹന അത് പാപമാണ്, അത് തിന്മയാണ്, നിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകാനുള്ള കാരണമാണ്. സഹോദരങ്ങളെ, സ്വഭാവ സംസ്കരണത്തിൽ തുടക്കം മുതൽ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളോട് പഠിപ്പിച്ചത്. റബ്ബേ, എനിക്ക് മാത്രം നീ പുറത്തു തന്നാൽ പോരാ, സങ്കുചിതമായ മനസ്സിനുടമയായി മുഅ്മിന് മാറിക്കൂടാ. കഴിഞ്ഞു പോയ സകല സത്യവിശ്വാസികൾക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു, വിശ്വാസിയായി ജനിച്ച ഒരാളോടും നിന്റെ മനസ്സിൽ ഒരു പകയുണ്ടാവാൻ പാടില്ല, ഒരു ദേഷ്യമുണ്ടാവാൻ പാടില്ല, ഒരു പോരുണ്ടാവാൻ പാടില്ല. എങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നപ്പോൾ അയാൾ സ്വർഗത്തിലാണെന്ന് പരിചയപ്പെടുത്തിയ കഥ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ആ വന്ന ആള് സഅദ് ബിൻ അബീ വഖാസ് ആണെന്നൊക്കെ പറയപ്പെടുന്നു. അല്ലാഹു ആലം. ആരായിരുന്നാലും അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബിയാണെന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുന്നുണ്ട് 3 ദിവസം അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കാൻ. കാരണം അദ്ദേഹം സ്വർഗത്തിലാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ അയാൾ സ്വർഗത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചിട്ട് അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ പോകണമെന്നതാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിന്റെ ലക്ഷ്യം. 3 ദിവസം പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു, അല്ല സഹോദര, അങ്ങ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞു, അങ്ങ് ഒളൂടുത്ത് വരുമ്പോൾ അങ്ങയുടെ താടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങ് ഇടത്തെ കയ്യിൽ ചെരുപ്പും പിടിച്ച് ഇങ്ങനെ കയറി വരുന്ന ആ രംഗത്താണ് ഞങ്ങളുടെ നേതാവ് പറഞ്ഞത്, ഒരാൾ കയറി വരും, അയാൾ സ്വർഗത്തിലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് താടി വെച്ച മുവഹിദുകളെ, മുഅ്മിനുകളെ, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടരുത്. ഞാൻ അങ്ങനെ ഒരു സിമ്പൽ ആ ഹദീത്തിൽ പ്രയോഗിച്ചത് കൊണ്ട് അതും കൂടെ എടുത്തു പറഞ്ഞതാണെന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 3 ദിവസം കൂടിയിട്ട് വല്ലതും കണ്ടോ? ഒന്നും കണ്ടില്ല. സഹോദര, എൻ്റെ അടുക്കൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എൻ്റെ അടുക്കൽ ഉള്ളത്, ഞാനെന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാനൊരു ഉറപ്പ് വരുത്തും, ഇല്ല ഇല്ല ഇല്ല, ഒരൊറ്റ സത്യവിശ്വാസിയോടും എൻ്റെ മനസ്സിൽ ഒരു ഗിഷില്ല, ഒരൊറ്റ സത്യവിശ്വാസിയോടും എൻ്റെ ഖൽബിൽ ഹസദില്ല, ഒരൊറ്റ സത്യവിശ്വാസിയോടും എൻ്റെ മനസ്സിൽ ഗില്ലില്ല, ഒരാളോടും എനിക്ക് പകയില്ല, ഒരാളുടെ അഭിമാനവും ഞാൻ ധ്വംസിച്ചിട്ടില്ല, ഒരാളെയും ഞാൻ പരിഹസിച്ചിട്ടില്ല, ഒരാളോടും എനിക്ക് വെറുപ്പും വിദ്വേഷവുമില്ല. എൻ്റെ ഖൽബിനെ സംസ്കരിച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും കിടന്നുറങ്ങാറ്. എൻ്റെ ഖൽബിനെ ഞാൻ നന്നാക്കിയിട്ടാണ്, ക്ലീനാക്കിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. അത് തന്നെയായിരിക്കും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞ് അബ്ദുള്ള അദ്ദേഹത്തോട് സലാം പറഞ്ഞു പോരുന്നൊരു രംഗം ചരിത്രങ്ങളിൽ കാണാം. സഹോദരങ്ങളെ, നമുക്കും സ്വർഗത്തിൽ പോവണം, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബിനെ നന്നാക്കണം,
നമ്മുടെ സ്വഭാവത്തെ നന്നാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് റബ്ബ് തആല പറയുന്നുണ്ട്, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക്. നബിയെ, താങ്കളെങ്ങാനും കാടത്ത ഹൃദയത്തിന്, കാടത്ത സ്വഭാവത്തിന് ഉടമയായിരുന്നെങ്കിൽ എന്നേ ജനത അങ്ങയെ വിട്ടുപോകുമായിരുന്നു. ISMന്റെ തെർബിയത്ത് ക്യാമ്പും കഴിഞ്ഞ് നമ്മളൊക്കെ നമ്മുടെ ശാഖയിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ യൂണിറ്റുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്കവരോട് പറയാനുള്ള ഒരു മാർഗമുണ്ട്. അത് തൗഹീദിന്റെ മാർഗമാണ്. നമുക്കവരെ ക്ഷണിക്കാൻ ഒരു വേദിയുണ്ട്. അത് സുന്നത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ആ തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കാൻ ലോകത്തിന്റെ നേതാവ് സ്വീകരിച്ച നിലപാടായിരിക്കണം നമ്മുടെയും നിലപാട്. ഒരാളോടും വെറുപ്പുണ്ടാവേണ്ട, ഒരാളോടും വിദ്വേഷമുണ്ടാവേണ്ട. ഞാൻ ജയിക്കണം, മറ്റോൻ തോൽക്കണം എന്ന ലക്ഷ്യമുണ്ടാവേണ്ട. എനിക്കും ജയിക്കണം, അവനെയും ജയിപ്പിക്കണം. എനിക്കും രക്ഷപ്പെടണം, അവനെയും രക്ഷപ്പെടണം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞത് ലിൻതലഹുംന, നീ അവരോട് ലയ്യിനായി പെരുമാറുക. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ തന്നെ പെരുമാറി. അതിൻ്റെ ഗുണമായിരുന്നു 23 വർഷങ്ങളെ കൊണ്ട് 100,000-ഓളം സ്വഹാബാക്കളെ മുന്നിൽ നിർത്താൻ ഒരു ലോക നേതാവിന് കഴിഞ്ഞത്. എന്നിട്ടും ആ 23 വർഷം കൊണ്ട് സംസ്കരിച്ചെടുത്ത ആ ഉമ്മത്തിനെ പോലും, ആ സ്വഹാബത്തിനെ, 100,000-ഓളം സ്വഹാബത്തിനെ മുന്നിൽ നിർത്തിയിട്ട് പോലും അവരോട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഉപദേശം അതെന്തായിരുന്നു? ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. ഈ മാസം എത്ര കണ്ട് പവിത്രമാണോ, ഈ കഅബാലയം എത്ര കണ്ട് പവിത്രമാണോ, ഈ നാട് എത്ര കണ്ട് പവിത്രമാണോ. റസൂലുള്ളാഹി ചോദിച്ചു, ഏതാണ് ഈ മാസം? അവർ പറഞ്ഞു, ഷഹറുൽ മുഹറം, ഷഹറു ദുൽഹിജ്ജ, അഥവാ അള്ളാഹ് പവിത്രമാക്കിയ മാസങ്ങളിൽപ്പെട്ട മാസമാണ്. ഈ നാട് കഅബാലയത്തിന്റെ മണ്ണാണ്, ഈ നാട് മക്കയാണ്. അതൊക്കെ എത്ര കണ്ട് പവിത്രമാണോ അതിനേക്കാൾ പവിത്രമാണ് സത്യവിശ്വാസിയുടെ രക്തം ചിന്തരുതേ, അവന്റെ മുതൽ അപഹരിക്കരുതേ, വഅറാളക്കും, അവന്റെ അഭിമാനം ധ്വംസിക്കരുതേ, അവന്റെ രക്തം ചിന്തരുതേ എന്നത് നമ്മൾ ഏറ്റെടുത്തു. കാരണം നമുക്കറിയാം, ഒരു കൊലയാളിയെന്നോ ഒരു അക്രമിയെന്നോ പേര് വീഴുന്നത് വലിയ മോശമാണ്. അവന്റെ ധനം അപഹരിക്കരുത് എന്ന് നമ്മൾ ഏറ്റെടുത്തു. കാരണം കള്ളനും മോഷ്ടാവെന്ന പേര് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. പക്ഷെ മൂന്നാമത് പറഞ്ഞ വഅറാളക്കും, അവന്റെ അഭിമാനം, അത് ധ്വംസിക്കരുത് എന്ന് പറഞ്ഞത് ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും അവൻ്റെ പച്ച മാംസം കൊത്തി വലിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ അതുപോലെയാണ് അവൻ്റെ അഭിമാനത്തെ ധ്വംസിക്കുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ പറയുന്നത് അവരിൽ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? നമ്മൾ അവരെക്കുറിച്ച് ആരോപിക്കുകയല്ല, അവരിൽ പറയുന്നത് ഉള്ളതാണ്. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് അതാണ് ഗൈബത്ത്. ഫഖദ് തബ്തഹു, ഇല്ലാത്തതാണെങ്കിൽ നീ പറഞ്ഞത് കളവുമാണ്. നാളെ പരലോകത്ത് ഇങ്ങനെ വരും. റസൂലുള്ളാഹി പറയാ, മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണം, അല്ലേ? റസൂലുള്ളാഹി പറയുന്നു, മുഫ്ലിസ് ആരാണ്? നഷ്ടം വന്നവൻ. കച്ചവടത്തിൽ നഷ്ടം വന്നവൻ ആരാ? അവൻ്റെ അമലുകളുമായി വരിക. അവിടെ നിന്ന് വരുന്നു ഒരാൾ, അവൻ പറയുന്നു, ഇവൻ എന്നെ പരിഹസിച്ചവനാണ്. മറ്റൊരാൾ പറയുന്നു, എന്നെ കളവാക്കിയവനാണ്. മറ്റവൻ പറയുന്നു, ആൾക്കാരുടെ ഇടയിൽ വെച്ച് എന്നെ വഷളാക്കിയവനാണ്, എൻ്റെ മുതൽ അപഹരിച്ചവനാണ്, എന്നെ കുറ്റപ്പെടുത്തിയവനാണ്. നമ്മുടെ അമലുകളൊക്കെ എടുത്ത് അവനെടുത്തു കൊടുക്കും. ലാസ്റ്റ് അവൻ്റെ ദുഷ്കർമ്മങ്ങളും കൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക്. സഹോദരങ്ങളെ, ഈ ഒരു ദയനീയാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ നേടിയെടുത്ത വിജ്ഞാനങ്ങളും നമ്മൾ നേടിയെടുത്ത അമലുകളും നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്നതായി മാറണം. നമ്മൾ എന്ത് ചെയ്യണം? അതിന് കുറച്ചൊരു പ്രയാസമുണ്ട്. അതിനെ സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കണം. ഖൽബിനെ നന്നാക്കണം, നാവിനെ സൂക്ഷിക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കണം. റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, എനിക്ക് സ്വർഗത്തിൽ പോകണം, ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിൻ്റെ നാവിനൊന്ന് പിടിച്ചു വെച്ചാൽ മതിയെന്ന്. നാവിനെ പിടിച്ചു വെച്ചാൽ സ്വർഗത്തിൽ പോവോ? അതെ, സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി. ചില ആളുകളുടെ പ്രശ്നം അവരുടെ നാവ് തന്നെയാണ്. ആ നാവ് വലിയൊരു വിഷയമാണ്. അതിനെ പിടിച്ചു വെച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, നമുക്ക് റബ്ബ് തന്ന ഈ നാവിന് 100-150 ഗ്രാമിന് ഇറച്ചി വിലയാണെങ്കിൽ ചില സമയത്ത് അത്
നശിച്ചു പോയാൽ അതിനേക്കാൾ നാശമുള്ളത് മറ്റൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തി സഹോദരിമാരെ ഒരു സഹോദരിയെക്കുറിച്ച്. നമസ്കാരവും നോമ്പും സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവരെക്കുറിച്ചും കുറ്റവും കുറവൊക്കെ അങ്ങനെ പറയും. ഒരാളുടെ കുറ്റവും കുറവും പറയുക എന്നുള്ളതും മറ്റുള്ളവരുടെ ഈ ശേഷണിയും പരദൂഷണവും അവർക്കൊരു പ്രയാസമില്ല. റസൂലുള്ള ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് കൊടുത്ത മറുപടി ഹിയ ഫിന്നാർ, അവർ നരകത്തിലാണെന്നാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, അതോടൊപ്പം തന്നെ മറ്റൊരാളെ പരിചയപ്പെടുത്തിയതും നിങ്ങൾ കേട്ടതാണ്. കൂടുതൽ സൽക്കർമ്മങ്ങളൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഒരാളെക്കുറിച്ചും ഒരു ഉപദ്രവവും പറയാനില്ല, ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല. അവരെക്കുറിച്ച് അവർ സ്വർഗത്തിലാണെന്നാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാവണം. സത്യം പറഞ്ഞാൽ മാത്രം പോരാ, സത്യവാന്മാരുടെ കൂട്ടത്തിലായിരണം നമ്മുടെ ആ ഒരു കൂട്ടുകെട്ട്. അവരോടൊപ്പമായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. ഒരിക്കലും നമ്മൾ മുഅ്മിനിന് യോജിക്കാത്ത സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. 5 നേരത്തെ നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ ചെയ്താൽ ഈമാനും ഇസ്ലാമും പൂർണ്ണമായി എന്ന് മാത്രം നമ്മൾ കരുതരുത്. ആരാണ് മുസ്ലിം എന്ന ചോദ്യത്തിന് പോലും റസൂലുള്ള ഒരുക്ക കൊടുത്ത മറുപടി അൽ മുസ്ലിമു, ആരാണ് മുസ്ലിം? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിങ്ങൾക്കൊക്കെ ഇവൻ്റെ നാവ് കൊണ്ടോ ഇവൻ്റെ കൈ കൊണ്ടോ ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല എങ്കിൽ അവന് പറയുന്ന പേരാണ് മുസ്ലിം. എൻ്റെ നാവ് കൊണ്ടും എൻ്റെ കൈ കൊണ്ടും മറ്റൊരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല, അവന് പറയുന്ന പേരാണ് മുസ്ലിം. അങ്ങനെ ഒരു മുസ്ലിം ആവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ആരാണ് മുഅ്മിൻ? അൽ മുഅ്മിനു ലൈസൽ മുഅ്മിനു ബിത്തഗാൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദീ. മുഅ്മിനിന് ഇങ്ങനെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ശാപവാക്കുകളും കുത്തുവാക്കുകളുമായിട്ട് ഒരിക്കലും ഒരു മുഅ്മിന് നടക്കില്ല. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുക, മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞ് നടക്കുക, മറ്റുള്ളവരെക്കുറിച്ച് മോശം വിചാരങ്ങൾ ഉണ്ടാവുക. യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ-ളന്ന്, പറയലു മാത്രമല്ല, ഒരാളെക്കുറിച്ച് മോശം ചിന്ത പോലും സത്യവിശ്വാസിയാണെങ്കിൽ അവൻ്റെ ഖൽബിൽ ഉണ്ടാവാൻ പാടില്ല. മോശം ദുർചിന്ത പോലും ഉണ്ടാവാൻ പാടില്ല, ദുർവിചാരം പോലും. എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞത് ഇന്ന ബഅദൽ-ളന്ന് ഇസ്മുൻ. കാരണം പല ചിന്തകളും പല ഈ ഊഹാപോഹങ്ങളും പലരെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയും അത് തെറ്റായി മാറും. വലാ തജസ്സസു, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് അറിഞ്ഞാൽ മതി, നിങ്ങളിങ്ങനെ കുത്തിച്ചകഞ്ഞ് അന്വേഷിക്കരുത്. ഒരാളുടെ സ്വകാര്യതയിലേക്ക് വല്ലാണ്ട് കയറി ചെന്നിട്ട് അതറിയാൻ ആഗ്രഹിക്കരുത്. നിങ്ങൾ ചില ആൾക്കാരുടെ പരിപാടിയാണ് ജാസൂസിൻ്റെ പണിയെന്ന. വലാ തജസ്സസു, നിങ്ങളിങ്ങനെ കുത്തിച്ചഴന്ന് അന്വേഷിക്കുന്ന പരിപാടി CID പണി എന്ന് പറയും. ഗൾഫിൽ ജാസൂസ് എന്നാണ് CIDകൾക്ക് പറയാം. ആ പണി നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഒരാളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരുടെ രഹസ്യങ്ങൾ അറിയാനുള്ള ആ തിടുക്കമുണ്ടല്ലോ, അത് നരകം വാങ്ങിയെടുക്കാനുള്ള തിടുക്കമാണെന്ന ഓർമ്മ നമുക്കുണ്ടാവണം. വലാ യഅ്തബ് ബഅ്ളുകും ബഅ്ളാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. അള്ളാഹനെ സൂക്ഷിച്ചോളണം, പച്ചമാംസം കൊത്തിവലിക്കരുത്. അള്ളാഹ് തവ്വാബും റഹീമുമാണ്. പക്ഷേ ആ തവ്വാബും റഹീമുമായ അള്ളാഹ് പോലും മാനുഷിക വിഷയങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കും. അറിയോ നിങ്ങൾക്ക്, അള്ളാഹുമായിട്ടുള്ള എല്ലാ തെറ്റുകളും റബ്ബ് പൊറുത്തു തരും. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള വിഷയങ്ങളിൽ റഹ്മാനായ തവ്വാബായ ഗഫൂറായ റബ്ബ് ഇടപെടില്ല. അവിടെ വബറാഅത്തും മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി എന്ന് പറഞ്ഞില്ലേ, മാനുഷിക ബന്ധങ്ങൾക്ക് വിച്ഛേദനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മാനുഷിക പ്രശ്നങ്ങൾ മനുഷ്യരുമായി ബന്ധമുള്ള വിഷയങ്ങളിൽ അള്ളാഹ് പോലും ഇടപെടൂല. അവൻ പൊറുത്തു തരാതെ അള്ളാഹ് പൊറുത്തു തരൂല. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അടുക്കൽ കുറച്ച് അമലുകളേ ഉള്ളൂ. ആ അമലുകൾ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണം. ഉള്ള അമലുകൾ നഷ്ടപ്പെടാൻ പാടില്ല. ആ ഉള്ള അമലുകളെ കൊണ്ട് നാളെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അതിനേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം എന്നത്. നമ്മുടെ വിഷയം സ്വഭാവത്തിൻ്റെ സംസ്കരണം.
അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹ് സർട്ടിഫൈ ചെയ്തത് വലിയ നമസ്കാരക്കാരനാണെന്നല്ല. നബി നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹ് സർട്ടിഫൈ ചെയ്തത് നബിയെ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ് എന്നതാണ്. നമ്മൾ റസൂലുള്ളാഹിൻ്റെ സുന്നത്തെടുത്തു. ഞെരിയാണിക്ക് മീതെ നമ്മൾ തുണി കയറ്റിയെടുക്കും. സൊഫ് നമ്മൾ അടുത്തടുത്ത് നിൽക്കും. നമ്മൾ താടി വെച്ചു. നമ്മൾ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൽ കൃത്യമായി നിലപാടെടുത്തു. എന്തേ റസൂലുള്ളാഹിൻ്റെ സ്വഭാവവും സംസ്കരണവും നമ്മൾ എടുത്തില്ല? അത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? പലരെക്കുറിച്ചും പരാതി പറയാനുള്ളത് ആളൊക്കെ ഉഷാറാ, പക്ഷെ സ്വഭാവം വളരെ മോശമാണ്. അത് വലിയ അപകടകരമാണ്. നമ്മൾ മാതൃകാ യോഗ്യരാവണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ പരസ്യ പ്രബോധനത്തിന് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹ് കൊടുത്ത നിർദ്ദേശങ്ങളിൽ കൃത്യമായി അത് കാണാൻ പറ്റും. ആ റസൂലുള്ള തൻ്റെ അരുമ ശിഷ്യനെ അതുപോലെ മറ്റൊരു പ്രബോധനത്തിന് യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ അരുമ ശിഷ്യനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണട്ടോ. നിന്റെ നാവ് കൊണ്ടും നിന്റെ കൈ കൊണ്ടും നിന്റെ പ്രവർത്തനം കൊണ്ടും ഒരാളെയും നീ ആക്രമിക്കരുത്. ആ ആക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു ഹിജാബില്ല, മറയില്ല. പെട്ടെന്ന് അള്ളാഹു തആല സ്വീകരിച്ചു കളയും. പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്ന അരുമ ശിഷ്യനോട് റസൂലുള്ള കൊടുത്ത ഉപദേശമാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഭൗതിക ലോകത്തുള്ള നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വിജയം കാണുന്നതിനും പാരത്രിക ലോകത്ത് നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെട്ട് സ്വർഗപ്രവേശനം നൽകുന്നതിനും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വഭാവ സംസ്കരണമെന്ന ബോധ്യത്തോടുകൂടെയാവണം നമ്മുടെ പ്രവർത്തനങ്ങളെന്ന് ഞാൻ എന്നെ ഉപദേശിക്കുന്നതോടൊപ്പം നിങ്ങളെ ഉണർത്തുന്നു. അല്ലാഹു തആല സൂക്ഷ്മത പുലർത്താൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.